ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മികച്ച യുവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് ജെ മ്ലാക്കുഴി അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. നമസ്കാരം തോമസ്. നമസ്കാരം. എന്തൊക്കെ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്? കൃഷിയിൽ മെയിനായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നത് ജാതിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുരുമുളകുണ്ട്, കൊക്കോയുണ്ട്, പിന്നെ വേറെ കുറച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. അതാണ് മെയിനായിട്ടും ചെയ്തു വരുന്നത്. മെയിനായിട്ടും ജാതിയും കുരുമുളകുമാണ്. സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് കൃഷി ചെയ്യുന്ന പഴവർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അതിനകത്ത് ഇപ്പം നമ്മൾ കൂടുതലായിട്ടും വരുന്ന റംബൂട്ടാനുണ്ട്, മാംഗോസ്റ്റൈൻ ഉണ്ട്, കുറച്ച് അവക്കാഡോ ഉണ്ട്. അവക്കാഡോ, അബിയോ ഉണ്ട്. അബിയോ എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും നാടൻ പേരെന്തെങ്കിലും അതിനുണ്ടോ? അതോ? അബിയോ ശരിക്കും ഏകദേശം അതിൻ്റെ ഒരു രൂപസാദൃശ്യം നമ്മുടെ പഴയ മുട്ടപ്പഴത്തിൻ്റെ ഒരു രൂപസാദൃശ്യത്തിലാണ് ആ സാധനം ഇരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു ടെൻഡർ കോക്കനട്ട് ഫീലാണ് അതിൻ്റെ ഫ്ലഷിന് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ വ്യാവസായികമായിട്ട് തോട്ടം മേഖലകളിൽ പലയിടങ്ങളിലും അത് ചെയ്തു വരുന്നുണ്ട്. റംബുട്ടാൻ്റെ കാര്യം പറഞ്ഞു. റംബുട്ടാൻ ഒരുപക്ഷെ മറ്റ് പല വലിയ കൃഷി സംരംഭങ്ങളെക്കാളും കൂടുതൽ, അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാർഷിക ഇനങ്ങളെക്കാൾ കൂടുതൽ മികച്ച രീതിയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരുമാനം നൽകുന്ന രീതിയിൽ ചിലർ കൃഷി ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താങ്കളുടെ അനുഭവം അങ്ങനെയാണോ? റംബുട്ടാൻ വിപുലമായിട്ട് വരുമാനം തരാൻ പറ്റുന്ന രീതിയിൽ വലുതാക്കാൻ പറ്റുമോ? റംബുട്ടാൻ നമുക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് വരുന്ന 3-4 സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പെട്ടെന്നുള്ള ഒരു കാലാവസ്ഥ മാറ്റം റംബുട്ടാനെ വല്ലാതെ അതിൻ്റെ ഒരു പഴം പൊഴിഞ്ഞു പോവുക, പൂ പൊഴിഞ്ഞു പോവുക എന്നുള്ള വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കറക്റ്റ് ടൈമിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കൽ വളരെ ഒരു പ്രശ്നം നേരിടുന്ന ഒരു കാര്യമാണ്. ആ ഒരു മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ സ്പൈസസിൽ നമുക്ക് വളരെ കാര്യമായിട്ട് നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നോർമലായിട്ടൊരു റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് ഉണങ്ങിയ ഒരു സ്പൈസസ് ആണെങ്കിൽ ഒരു ബിലോ 10% മോയ്സ്ചറൈസറിൽ നമ്മൾ നിർത്തുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും സ്പൈസസ്. ഇപ്പോൾ റംബുട്ടാൻ്റെ ഒക്കെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുത്ത് ഒഴിവാക്കാവുന്നൊരു ഓപ്ഷനേ ഉള്ളൂ. നമുക്കൊരു വില ഹൈക്കിനെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. തോമസ് കൃഷി ചെയ്യുന്ന മറ്റ് പഴവർഗ്ഗങ്ങൾക്കും ഈ പ്രശ്നം ബാധകമാണ്. സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിൽ വിലയുടെ മേൽ നമുക്കധികം ഹോൾഡ് ഇല്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അത് ഒരു പ്രശ്നമാണ്. ഏത് പഴവർഗ്ഗങ്ങളാണെങ്കിലും നമുക്കിത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ഈ പഴവർഗ്ഗങ്ങളുടെ കൃഷി മാറ്റിപ്പിടിക്കാൻ നമുക്ക് പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് റംബൂട്ടാനുണ്ട്. ഈ വർഷം റംബൂട്ടാൻ വിലയുണ്ടെങ്കിൽ ശരിയാണ്, റംബൂട്ടാൻ ആദായകരമാണ്. ആ സമയത്ത് നമ്മൾ റംബൂട്ടാൻ വിലയില്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിനകത്ത് നോക്കിയിട്ട് കാര്യമില്ല, കൊടുത്ത് ഒഴിവാക്കുക. നഷ്ടം വന്നാലും നമുക്ക് ഈ സാധനം വെച്ച് പോകുന്നതിലും നല്ലത് കൊടുത്ത് ഉള്ളത് കിട്ടുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. ചില നാടുകളിൽ ഫാം റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫാം സ്റ്റോർ എന്ന് പറഞ്ഞൊരു ആശയമുണ്ട്. വലിയൊരു ഫാം, അത് പല ഇനങ്ങൾ കൃഷി ചെയ്യുന്ന ഫാം ആയിരിക്കാം. അപ്പോൾ അതിനായിട്ടൊരു കടയങ്ങ് തുറക്കും. അപ്പോൾ അതിൽ വിൽക്കുന്നത് ഈ ഫാമിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും. ഒരുപക്ഷെ പരിസര പ്രദേശങ്ങളിലെ മറ്റ് കർഷകർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഈ കടയിൽ വിൽക്കും. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഇടനിലക്കാരെ ഒഴിവാക്കുന്നു എന്നുള്ളൊരു സൗകര്യം കർഷകന് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കട നടത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലവുകൾ വരും. എന്നാൽ പോലും കർഷകൻ ഇന്ന് നേരിട്ട് അല്ലെങ്കിൽ ഇടനിലക്കാരുടെ പരമാവധി ഇടപെടൽ കുറച്ചുകൊണ്ട് വിപണിയിൽ എത്തിക്കുന്നു എന്നുള്ളൊരു സൗകര്യം ഇത്തരം ഫാം ഷോപ്പുകൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം തുടങ്ങിയാൽ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ ആലോചനയിലുണ്ട്. പിന്നെ അതിനകത്ത് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർ മാർക്കറ്റിംഗ് ഫേസിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇതിപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റ് പോലുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമുക്കതിന് ശരിക്കുള്ള ഒരു മാർക്കറ്റിംഗ് നടക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ലോക്കലായിട്ട് നമുക്ക് അതിനൊരു പ്രത്യേകിച്ച് ഒരു സെയിൽ ഉണ്ടാവില്ല. ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും കാര്യം ഹൈ റേഞ്ചിലുള്ള ആൾക്കാരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരുടെ അടുത്തും അവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ പറമ്പുകളിലുണ്ട്. ഇപ്പോൾ ഒരു റംബൂട്ടാൻ പോലും ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കേന്ദ്രീകരിച്ച് മാത്രമേ നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇത് കൃഷി ചെയ്യുന്ന മേഖലയിൽ അത് സുലഭമാണ് എന്നുള്ളത് എത്രമാത്രം ഒരു പരിമിതിയാണ്. ഇപ്പോൾ ഇടുക്കിയിൽ തന്നെയാണ് ഒരുപാട് തേയില കൃഷി ചെയ്യുന്നത്. പക്ഷേ തേയിലയും റംബൂട്ടാനുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അത് തോമസ് പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്യാൻ മാർഗ്ഗങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റു മാർഗ്ഗങ്ങളിൽ ദീർഘകാലം അത് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ റംബൂട്ടാൻ്റെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം മറികടന്നു കഴിഞ്ഞാൽ ഇത് കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ ദൂരേക്ക് കൊണ്ടുപോയി വിപണനം ചെയ്യാനോ അതിൻ്റെ എന്തെങ്കിലും സാധ്യതകൾ ആലോചിച്ചിട്ടുണ്ടോ? കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പുറത്തുള്ള ഓപ്പൺ മാർക്കറ്റിനെ തന്നെ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. കാര്യം അല്ലാതെ നമ്മുടെ ലോക്കലിൽ നമുക്ക് സെയിൽ നടക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നോർമലായിട്ട് വരുന്ന ഒരു കാന്താരി മുളക് പോലും ഇപ്പം നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ വിൽക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു 200 രൂപ 250 രൂപയെ വില കിട്ടുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ ഈ ജില്ലയുടെ പുറത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ വില മാറുന്നത് 700 രൂപ 800 രൂപയിലേക്ക് മാറുവാണ്. അതേപോലെ തന്നെയാണ് ഈ റംബൂട്ടാൻ്റെയും. റംബൂട്ടാൻ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റുകൾ ബേസ്ഡ് ആയിട്ട് അവരുമായിട്ടൊരു ടെൻഡർ ഇട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് സെയിൽ ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. പല കർഷക സംഘങ്ങളോ അല്ലെങ്കിൽ കർഷകരോ കൂടിച്ചേർന്ന് ഒരു ഫാം ഷോപ്പ് തുറക്കുക, അതിൽ തന്നെ കർഷകരായിട്ടുള്ളവരുടെ ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇടുക്കിയിൽ? ഇടുക്കിയിൽ ആകെ ഈ പീരിമേഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിൽ കൃഷിക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇടുക്കിയിലല്ലാതെ പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ മണിമലയിൽ അവിടെ കൊക്കോ കൃഷിക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ റംബുട്ടാൻ എന്നുള്ളത് മറ്റേതെങ്കിലും രീതിയിൽ, അതായത് സ്ട്രോബെറി അതേപോലെ ഇലയോടൊപ്പം പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഇത് വാങ്ങുന്നവർക്ക് കുറച്ച് കൗതുകവുമാകും. അത് ആ സ്ട്രോബെറി മാത്രം കിട്ടുന്നതിൻ്റെ ഒരു കാര്യം മാത്രമല്ല, ഇത് ഏത് ചെടിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൂടിയാണ് നമ്മൾ അതിൻ്റെ കൂടെ ഇലയോ ഒരല്പം ഒരു തണ്ടോ വെച്ച് കഴിയുമ്പം വാങ്ങിക്കുന്നവർക്ക് കിട്ടുന്നത്. ഒരുപക്ഷെ അത് സ്ട്രോബെറി ചേർന്ന ഒരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ ആ അനുഭവം ആയിരിക്കില്ല കിട്ടുന്നത്. അങ്ങനെ എന്തെങ്കിലും തോമസ് കൃഷി ചെയ്യുന്ന പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ? പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ റംബൂട്ടാനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ശരിക്കും ഹാർവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കൊലയായിട്ട് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഒരു ബെഞ്ചായിട്ടിരിക്കുക സാധനം. അപ്പം അത് കാഴ്ചക്കാരിൽ ഒരു കൗതുകം തോന്നും. കാര്യം ഫുള്ളി മെച്ചുവേർഡായിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ മരം കണ്ടാൽ പോലും നല്ല പച്ച കളർന്ന നിൽക്കുന്ന ആ മരത്തിൻ്റെ ഉള്ളിൽ ചുവപ്പ് കളറ് കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ കാഴ്ചയ്ക്ക് തന്നെ നല്ലൊരു കൗതുകമുള്ള കാര്യമാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും അതൊരു ലാർജ് സ്കെയിൽ പ്ലാന്റേഷനുള്ളിൽ നമ്മളിപ്പോൾ ഒരു ഫാം സ്റ്റോർ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രാക്ടിക്കലാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരിക, നമുക്കൊരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അവർക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നടന്ന് ഒരു ഫാം സ്കൂൾ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൃഷികൾ, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്, അതേപോലെ തന്നെ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ നമുക്ക് അവർക്കും ഒരു ക്ലാസ് ആവും. അതേപോലെ തന്നെ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ബിസി സിറ്റി ലൈഫിൽ നിന്നും മാറി നിന്ന് ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കൗതുകത്തിൽ തന്നെ അവർക്കതിനെ പ്രൊഡക്റ്റിനെ പറ്റി അറിഞ്ഞ് ഇപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് തൈ വരെ നമുക്ക് വിറ്റ് പോകാവുന്നതേ ഉള്ളൂ. പഴം എന്നതിന് അപ്പുറം നമുക്ക് തൈ വിറ്റ് പോകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കതിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫാം സ്കൂൾ ഒരുപാട് പേർക്ക് ഒരുപക്ഷെ പരിചയമുള്ള ഒരു കാര്യമായിരിക്കില്ല. അതല്ലെങ്കിൽ തോമസിൻ്റെ അനുഭവത്തിൽ കൃഷിയിടങ്ങളിൽ ഇത് കാണാനായിട്ട് അന്യദേശങ്ങളിൽ താമസിക്കുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ വന്ന അനുഭവമുണ്ടോ? ഇത് കണ്ടിട്ട് കൗതുകത്തിൻ്റെ പേരിൽ അങ്ങനെയാണ്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ജാതി കൃഷി തന്നെയായിട്ട് വരുന്നതാണ്. ജാതിയെപ്പറ്റി പഠിക്കാൻ ആൾക്കാർ വരാറുണ്ട്. അതേപോലെ തന്നെ കുരുമുളക് കൃഷിയെപ്പറ്റി പഠിക്കാൻ ആൾക്കാർ വരാറുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ സെഷൻ എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒരു സാധനം നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്നതിലും ആൾക്കാർക്ക് മനസ്സിലാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡിൽ ഇറങ്ങി ഈ ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾ, ഇതിൻ്റെ കാവ് ഉണ്ടാകുന്ന സമയം, ഇതിൻ്റെ ഹാർവെസ്റ്റ് പീരീഡ്, ഇതിന് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇപ്പം നമ്മളൊരു സ്ലൈഡ് ഇട്ട് ഒരു ക്ലാസ് റൂമിൽ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലത് ഒരു ഇലയ്ക്ക് വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ മരത്തേൽ തന്നെ കാണിച്ചു കൊടുത്ത് അത് ഭാവിയിൽ അത് എന്തായി മാറും എന്നുള്ളതിനെ പറ്റി അതിൻ്റെ ഒരു സിവിയറിറ്റി നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന ഒരു സിവിയറിറ്റി എന്തോരം ഉണ്ടെന്നുള്ളത് നമ്മളൊരു തോട്ടങ്ങളിൽ കൊണ്ട് നടത്തി കാണിക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി കുറച്ചും കൂടെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഒരു സിമ്പിളായിട്ട് കൃഷി മനസ്സിലായി വരുമ്പോഴത്തേക്കും ആൾക്കാർ കൂടുതൽ കൃഷിയിലേക്ക് തന്നെ ഫോക്കസ് ആയി നിൽക്കാൻ തുടങ്ങും. തോമസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മറ്റൊരു കാര്യത്തിലേക്കാണ് തോമസ് പറഞ്ഞ മറുപടി സൂചിപ്പിക്കുന്നത്, ജോലിയുടെ കാര്യം. എവിടെയായിരുന്നു ജോലി? ഞാൻ കുറച്ചു കാലം നമ്മുടെ പാമ്പാടംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ ഫാം ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഞാൻ എൻ്റെ ഉപരിപഠനങ്ങൾക്ക് പോകാൻ വേണ്ടി അവിടുന്ന് ഞാൻ റിലീവായി. എന്താണ് ഉപരിപഠനം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉപരിപഠനം ഞാനിപ്പോൾ MSc ചെയ്യാൻ വേണ്ടിയാണ്. MSc ഇനി ഏതെങ്കിലും കൂടുതലായിട്ടും പ്ലാന്റേഷൻ ആൻഡ് സ്പൈസസിൽ ഫോക്കസ് ചെയ്ത് നിൽക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. അതിൻ്റെ അലോട്ട്മെൻറ്റുകൾ കിട്ടുന്നതിനനുസരിച്ച്
കോഴ്സിന് പോകണമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. ചില ബിസിനസ് സ്കൂളുകളിൽ ചില കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിൽ പ്രവേശനം കൊടുക്കുന്നത് ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാപാരത്തിലോ ബിസിനസ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്. എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് അത്തരം ചില കോഴ്സുകളുടെ പേര്. തോമസിന് കൃഷിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതായത് കൃഷി ചെയ്തിട്ടുള്ള ഒരാൾ അഗ്രികൾച്ചർ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പഠിച്ച ശേഷം കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചെയ്യുന്നു, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് തോമസിനുണ്ട് എന്ന് കരുതുന്നുണ്ടോ? എത്രമാത്രം അത് നല്ലതാണ് അതിനുള്ള പഠനത്തിന്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ കുറേ പേര്, അതായത് ഒരു അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്ത ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്നത് ഒരു കൃഷിയാണ്. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഓരോ ടോപ്പിക്കുകളും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം എന്താ വെച്ചാൽ പഠിച്ചു പോയിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആണെങ്കിലും, അതേപോലെ തന്നെ ഒരു പെസ്റ്റ് അറ്റാക്ക് ആണെങ്കിലും, അതേപോലെ ഒരു ഡിസീസിൻ്റെ ഇൻഫെസ്റ്റേഷൻ ആണെങ്കിലും, അതിൻ്റെ കൺട്രോൾ മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു 1% ബോഡോ മിക്സ്ചർ ഉണ്ടാക്കുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളത് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ നമ്മുടെ ഫീൽഡിൽ ചെയ്തു പോകുന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡോസേജിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻ്റർവെല്, ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ട് ചെയ്തു പോകുന്നതായതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ പഠിച്ചു വന്ന മേഖലകൾ, നമ്മുടെ റിസർച്ചുകൾ, കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഫീൽഡിലും വളരെ ഉപകാരമായിട്ട് വന്നിട്ടുള്ളൂ. കാര്യം ഒരു എയർലി ഡയഗ്നോസിസ് നമുക്ക് പെട്ടെന്ന് പറ്റുമായിരുന്നു. അതായത് ചെറിയ രീതിയിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ പോലും നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ കുറഞ്ഞ രീതിയിലുള്ള ഫംഗിസൈഡുകൾ അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകൾ വെച്ച് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമായിരുന്നു. പിന്നെ ഒരു തോട്ടത്തിൻ്റെ ഒരു സാനിറ്റേഷൻ കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടുന്നത് അവിടെ നമ്മൾ പഠിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബാക്കി ഫാമേഴ്സിനെ നമുക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അവർക്ക് കുറച്ചും കൂടെ ഒരു ബോധവൽക്കരണം നടത്താൻ പറ്റുന്നുണ്ട്. വ്യത്യസ്തമായൊരു കാര്യമാണ് തോമസ് ഇപ്പോൾ പറഞ്ഞത്. അതായത് പൊതുവേ ഏതാണ്ട് എല്ലാ മേഖലകളിലും വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് പരിചയം ഒരു പക്ഷേ ആദ്യം തിയറി പഠിക്കുക, അതിനുശേഷം അതിൻ്റെ പ്രായോഗിക അനുഭവം കാണിച്ച് കൊടുക്കപ്പെടുക എന്നുള്ളതായിരിക്കും. പക്ഷേ തോമസിൻ്റെ കാര്യത്തിൽ അത് ആദ്യം ചെയ്ത കാര്യങ്ങൾ പിന്നീട് തിയറിയിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഉള്ള ഒരു റിവേഴ്സ് അനുഭവമാണ് ഉള്ളത്. അതെ അതെ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, മുൻകൂറായി പ്രായോഗിക അനുഭവം ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ പഠനം കൂടി എത്തിയപ്പോൾ ഏതാണ്ട് നേരത്തെ തന്നെ രോഗങ്ങൾ അല്ലെങ്കിൽ ചെടികൾക്ക് വിളകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഒന്ന് വിശദമാക്കാം. എങ്ങനെയാണ് ഒരുപക്ഷെ തോമസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് എങ്ങനെയാണ് തോമസിനെ അത് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡോ മിശ്രിതം എന്ന് പറയുന്നത് ശരിക്കും ഒരു കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗിസൈഡാണ്. അതായത് നമ്മളൊരു വാക്സിൻ എടുക്കുന്ന പോലെ രോഗം വരുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കരുതൽ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു രോഗം വന്ന തോട്ടത്തിലേക്ക് നമ്മളത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അതിപ്പോൾ ചെറിയ രീതിയിലുള്ള രോഗമാണെങ്കിൽ പോലും നമ്മളത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ആ സമയത്ത് ഇപ്പോൾ നമുക്ക് ജാതിയിലൊക്കെ ചെറിയ ഇലപ്പൊട്ട് രോഗം എന്ന് പറയുന്നത്, അതായത് ഈ ആന്ത്രക്കനോസ് കൊൾട്ടോട്രൈക്കം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചെറുതായിട്ട് ഇലയിൽ മഞ്ഞ പൊട്ടുകളായിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഒരു നല്ല കരുത്തുള്ള ചെടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്നത് ഡയഗ്നോസ് ചെയ്യണമെന്നില്ല. അതിനൊരു സിവിയർ ഇൻഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞപ്പൊട്ടുകൾ ഭാവിയിൽ അത് ഇങ്ങനെ ബ്രൗൺ കളറിലേക്ക് മാറി ആ ഇല കരിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങും. ആ ഒരു സാഹചര്യത്തിലാണ് സാധാരണ കൃഷിക്കാർ ഡയഗ്നോസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഈ ചെറിയ ഇലയിൽ വരുന്ന ആ പൊട്ടായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ചാണകം പോലെയുള്ള കാര്യങ്ങൾ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ അതോ രാസവളങ്ങളാണോ? എങ്ങനെയാണ് അതിൻ്റെ? എൻ്റെ ശരിക്കും ഒരു കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്.
അതായത് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചാണകം പോലുള്ള ജൈവവളങ്ങളെ വെച്ച് നമുക്ക് കൃഷി ചെയ്യാനും പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് രാസവളങ്ങൾ വെച്ച് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. അതായത് ചെടിക്ക് ആവശ്യത്തിനുള്ള മൂലകങ്ങൾ, ഇപ്പോൾ ഒരു ചെടിക്ക്, ഇപ്പോൾ ജാതിക്ക് നമ്മൾ പറയുകയാണ് ഒരു വർഷം 700 ഗ്രാം നൈട്രോജൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ 700 ഗ്രാം നൈട്രോജൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുക്കേണ്ട ചാണകം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കിൻഡൽ കണക്കിന് ചാണകം നമ്മൾ ജാതിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് നീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ അളവിലുള്ള രാസവളവും അതോടൊപ്പം തന്നെ മണ്ണിൻ്റെ ഘടനയെ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടി, മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയുള്ള ജൈവവളം കൂടെ ഇട്ട് നമ്മൾ അത് ഒരു എപ്പോഴും ഒരു കമ്പയർ ചെയ്ത് നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു റേഷ്യോയിൽ തന്നെ നമ്മൾ കൃഷീനെ കൊണ്ടുപോകണം. മൊത്തം എത്ര സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്? എനിക്കിപ്പോൾ ഏകദേശം ഒരു 10 ഏക്കറോളം കൃഷി വരുന്നുണ്ട്. ജാതി എത്ര സ്ഥലത്താണ്? ഇതിൻ്റെ ഏതാണ്ട് ഒരു 70% അല്ലെങ്കിൽ ഒരു 60% ജാതിയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ പുതിയൊരു പ്ലാന്റിങ് വരുന്നുണ്ട്. റബ്ബർ ആയിരുന്നു, അത് റീപ്ലാന്റ് ചെയ്ത് നമ്മളിപ്പോൾ ജാതിയിലേക്ക് പുതിയൊരു റീപ്ലാന്റിങ് വരുന്നുണ്ട്. അതിപ്പോൾ ഏതാണ്ട് ഒരു 100 മരത്തിന് മുകളിലോട്ട് പുതിയ പ്ലാന്റിങ് നമുക്ക് വരുന്നുണ്ട്. ഏലത്തിൻ്റെ സാധ്യതകൾ അറിയാതിരുന്നിട്ടാണോ അതോ എങ്ങനെയാണ്? ഏലം അതിൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്നതുകൊണ്ടാണോ, എന്താണ്? അതായത് ശരിക്കും ഏലത്തിൻ്റെ ഒരു നല്ല ഈൽഡിങ് എന്ന് പറയുന്നത് ഒരു സമുദ്രനിരപ്പിൽ നിന്നും ഒരു 900 മീറ്റർ തൊട്ട് 1200 മീറ്റർ വരെയുള്ള ഒരു ഏരിയയിലാണ് ഏലം നന്നായിട്ട് ശോഭിക്കുന്നത്. ഏലത്തിൻ്റെ ഏറ്റവും നല്ല ഈൽഡിങ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് വേണമെങ്കിൽ ഏലം വെക്കാം, ഒരു 600 മീറ്റർ തൊട്ട് മുകളിലോട്ട്. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഏലം ഏകദേശം നമുക്കൊരു ഈൽഡ് തരുന്നത്. ആ സമയത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏലം ഏറ്റവും നന്നായിട്ട് പൂവിടുന്നത് 17 ഡിഗ്രി തൊട്ട് 23 ഡിഗ്രി ഒരു കാലാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്. ഇപ്പോൾ എൻ്റെ പ്രദേശം ഹൈ റേഞ്ച് ആണെങ്കിലും ഹൈ റേഞ്ചിലെ തന്നെ ഒരു ലോ റേഞ്ച് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതായത് എൻ്റെയൊക്കെ സ്ഥലം വരുന്നത് ഒരു 540 മീറ്റർ മീൻ സീ ലെവലിൽ നിന്നും ഉയരമുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ സ്ഥലം വരുന്ന ഒരു തെക്കൻ ചായ്വായിട്ടാണ്. അപ്പോൾ തെക്കൻ ചായ്വിൽ വെയിലേറ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെസ്റ്റിൻ്റെ അറ്റാക്ക് ഏലത്തിൽ ഭയങ്കരമായിട്ടും കൂടും. ഈ നെമറ്റോഡ്, വേരുപുഴു പോലുള്ള സ്കെയിൽസിൻ്റെ അറ്റാക്ക് അതൊക്കെ നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടി കൊടുക്കുന്ന കോസ്റ്റ് കൂടുതലായിരിക്കും, ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള സ്പൈസസ് ആകുമ്പോഴത്തേക്കും, ജാതി ആകുമ്പോഴത്തേക്കും അത്രയും വിഷയം വരുന്നില്ല. അതേപോലെ കുരുമുളകിന് വിഷയം വരുന്നില്ല. അതുകൊണ്ടാണ് ഏലത്തിലേക്ക് തിരിയാതിരുന്നത്. ഏലം കൃഷി ചെയ്യുന്ന കർഷകരോട് എന്താണ് പറയാനുള്ളത്? ഏത് കൃഷി ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ മണ്ണിൻ്റെ ഘടന മനസ്സിലാക്കി, നമ്മുടെ ടെറൈൻ മനസ്സിലാക്കി, ആൾട്ടിറ്റ്യൂഡ് മനസ്സിലാക്കി കൃഷി ചെയ്യുക. അതേപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ ഏത് കൃഷിയാണെങ്കിലും ഒരു പ്രോപ്പർ ലേ ഔട്ട് വേണം നമ്മുടെ തോട്ടങ്ങൾക്ക്. ഒരു അടുക്കും ചിട്ടയായിട്ട് ഒരു മനുഷ്യൻ ജീവിക്കുന്ന പോലെ തന്നെ നമ്മുടെ തോട്ടങ്ങളെ കൊണ്ടുപോകേണ്ടത്. അതായത് പ്രോപ്പറായിട്ട് ഒരു സ്പേസിങ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ സിംഗിൾ വെറൈറ്റി തന്നെ ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടെക്നിക്കലായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് ശരിക്കും അത് കൃഷിയാണ്. അല്ലാത്തപ്പോൾ നമ്മൾ വെറുതെ പറമ്പിൽ പണിയുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൃഷി ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു ടെക്നിക്കലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്നും ഇത് ലാഭമാണ്. പരിസരത്തുള്ള അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള മറ്റ് കർഷകരെക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായി ചെയ്യാനാണെങ്കിൽ, ഞാൻ ആ പദം തന്നെ ഉപയോഗിക്കുകയാണ്, സിസ്റ്റമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കലി കറക്റ്റായിട്ട് ചെയ്യാനാണെങ്കിൽ എന്താണ് തോമസ് ചെയ്യുന്നത്? ലളിതമായി ചോദിച്ചാൽ ടെക്നിക്കലി കറക്റ്റായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ടെക്നിക്കലി ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കറക്റ്റ് ഒരു സ്പേസിങ് മെയിൻറ്റെയിൻ ചെയ്യണം തോട്ടങ്ങളിൽ. ഒന്നാമത്തെ കാര്യം അതാണ്. ഇപ്പം ജാതിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 30 അടി ആണ് നോർമലി പറയുന്നത്. അതിപ്പോൾ എൻ്റെയൊക്കെ സ്ഥലമാകുമ്പോഴത്തേക്കും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തെക്കൻ ചായ്വുള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമുക്കത് 25 അടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 25-26 അടി, അതായത് ഒരു 8x8 മീറ്റർ എന്ന് പറയുന്ന ഒരു സ്പേസിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഏലം കൃഷി ചെയ്യുന്ന മേഖലയിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞള്ളാനി മാത്രമായിരിക്കും ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഞള്ളാനി ഒരു ഹൈ ഈൽഡിങ് വെറൈറ്റി ആണെങ്കിലും അതേപോലെ തന്നെ അതിന് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് രോഗങ്ങളുടെ ആക്രമണം കൂടുതലാണ്, അതേപോലെ കീടങ്ങളുടെ ആക്രമണം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ വേറെ കൂടുതൽ വെറൈറ്റികൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ കൂടുതൽ വെറൈറ്റികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞള്ളാനിയുടെ ഒരു ക്രോപ്പിന് ഇപ്പോൾ ഒരു പ്രശ്നം വന്നു, ഇപ്പോൾ ഒരു ഡിസീസ് വന്നു. അപ്പോൾ അടുത്ത് നിൽക്കുന്നൊരു ഞള്ളാനിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന് വന്നതുപോലെ തന്നെ അടുത്ത ചെടിയിലേക്ക് കയറി പിടിക്കും. അപ്പോൾ അതേപോലെ തന്നെ ജാതിയിൽ ഇപ്പോൾ നമ്മളൊരു വെറൈറ്റി ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ അടുത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ജാതിക്ക് ഒരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നെക്സ്റ്റ് സ്പ്രെഡ് ആവും. ആ സമയത്ത് ഇപ്പോൾ കൊടിയിലാണെങ്കിലും പണ്ടുള്ള കൊടിത്തോട്ടങ്ങളെല്ലാം നശിച്ചു പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കരിമുണ്ട മാത്രം, ഇല്ലെങ്കിൽ ഒരു പന്നീർവൺ മാത്രം. ഈ കരിമുണ്ട മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈൽഡ് ഉണ്ടാവും. ഈൽഡ് ഏതാണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നുള്ള ഹൈബ്രിഡ് വെറൈറ്റികളായിട്ടൊക്കെ
പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ കരിമുണ്ട എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡിസീസ് റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ വെറൈറ്റി നമ്മൾ ചെയ്യുന്നതിൽ തോട്ടം അടങ്ങൽ പോകും. തോട്ടം മൊത്തത്തിലായിരിക്കും ഫൈറ്റോത്തോറ വന്ന് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റികൾ നോക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അല്ലാത്ത വെറൈറ്റികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റികളായിട്ട് മിക്സ് ചെയ്യുക. അതായത് അടുത്തടുത്ത് ഒരേ വെറൈറ്റികൾ വരാതിരിക്കാൻ വേണ്ടി നോക്കി നമ്മൾ തോട്ടം ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗത്തെ കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ തോട്ടത്തിൻ്റെ വൃത്തിയായിട്ടുള്ള സൂക്ഷിപ്പ്. ഇപ്പോൾ ഞാൻ മിക്ക കർഷകരിലും കണ്ടിരിക്കുന്ന പ്രശ്നം, ഇപ്പോൾ ഒരു ഋതുവാട്ടം വന്ന് തോട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വർഷം തന്നെ അടുത്ത സെറ്റ് കുരുമുളക് ചെടി നടുവാണ്. അപ്പോൾ അങ്ങനെ നട്ടു വരുമ്പോഴത്തേക്കും വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഫൈറ്റോത്തോറയുടെ ഫംഗസിൻ്റെ സ്പോറുകൾ എന്ന് പറയും, മുട്ടകൾ, അത് ഏതാണ്ട് ഒരു മണ്ണിൽ നമുക്കൊരു 1.5 വർഷക്കാലം ഏത് കാലാവസ്ഥേനെയും അതിജീവിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ അത്രയും കാലം നമ്മളിപ്പോൾ ഒരു COC കലക്കി ഒഴിച്ചോ അല്ലെങ്കിൽ ഒരു സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചോ ഇട്ട് മണ്ണിനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് മാത്രം അവിടെ നടാൻ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് ഒരു പുതിയ തോട്ടമായിട്ട് അത് കയറി വന്നോളും. ഇല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് തോട്ടത്തിൽ രോഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കൂടുതലായിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. നമ്മുടെ നാടിനേക്കാൾ കൂടുതൽ ശാസ്ത്രീയമായാണ് ചില രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്നത്. ഇസ്രായേൽ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു രീതി നിലവിലുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും മാതൃകകൾ, ആഗോള മാതൃകകളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിനകത്ത് വരുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞത്, ഈ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റികൾ ഉപയോഗിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ റേഞ്ചിൻ്റെ ഒരു ടെറൈൻ നമ്മളതിന് കൂടുതലായിട്ട് സമ്മതിക്കാത്ത ഒന്നാണ്. ഇപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻ പവറിനേക്കാളും കൂടുതൽ നമ്മൾ ബാക്കിയുള്ള മെഷീനറീസിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇപ്പോൾ അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പോരാത്തതിന് ജാതി കൃഷിയിലൊക്കെ നമുക്ക് ഡ്രോണൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാങ്കേതികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. 30 അടി 40 അടിയൊക്കെ വളരുന്ന ഒരു ചെടിയുടെ ഉള്ളിലേക്ക് നമുക്ക് ഡ്രോണിനെ കൊണ്ടുപോയിട്ട് ശരിക്കും ബാക്കിയുള്ള കൃഷികളോ വരില്ല. ജാതിക്കൊക്കെ നമ്മൾ മരുന്നടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിന്നും അടിച്ചിടണം. അതായത് ഏറ്റവും കൂടുതൽ സ്റ്റൊമാറ്റൽ ഓപ്പണിങ്സ് ലീഫിനുള്ളത് അടിഭാഗത്തായിരിക്കും. ഇലയുടെ അടിഭാഗത്ത് നമ്മൾ മരുന്ന് കൊടുത്തിട്ടേ നമുക്ക് കാര്യമുള്ളൂ. അത് നമുക്ക് ഡ്രോൺ കൊണ്ട് ഒരിക്കലും പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർ ക്രോപ്പിംഗ് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഇസ്രായേൽ ടെക്നോളജി പോലെയുള്ള സാധനങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ കൂടുതലായിട്ടും പോളി ഹൗസ് ബേസ്ഡ് ആയിട്ടുള്ള കൃഷികളാണ്. അതായത് നമ്മുടെ സ്പൈസസിനകത്ത് നമുക്ക് പോളി ഹൗസ് എന്ന് പറയുന്ന അത്ര ഒരു വയബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഡ്രോണിലെ കൃഷിയിലെ ഉപയോഗത്തിൻ്റെ ഒരു കാര്യമായ പരിമിതിയാണ് തോമസ് ഇപ്പോൾ പറഞ്ഞത്. അതെ, നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ അത് മാധ്യമങ്ങളിൽ കൂടി കാണുമ്പോഴോ ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. അതെ, ഇലയുടെ അടിയിലാണ് വേണ്ടത്, എന്നാൽ ഡ്രോൺ ഉപയോഗിച്ചത് ചെയ്യുമ്പോൾ അത് മുകളിലായിരിക്കും വരിക. അത് വേണ്ടത്ര ഫലവത്താകണമെന്നില്ല. ഇല്ല. ഡ്രോൺ കൊണ്ട് എല്ലാത്തരം തൊഴിലാളികളെയും അല്ലെങ്കിൽ വലിയൊരളവ് വരെ കൃഷിയിടങ്ങളിലെ തൊഴിലാളികളുടെ ആവശ്യം വെട്ടിക്കുറയ്ക്കാമെന്ന് കരുതുന്നവർക്ക് മേലുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇത്. അതെ, കാര്യം നമുക്കൊരു നെൽകൃഷിയിലൊക്കെ ആണെങ്കിൽ ശരിയാണ്. നെൽകൃഷിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രോൺ വെച്ച് നമുക്ക് മരുന്നടിക്കാം, ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ നടത്താം. പക്ഷേ ഒരു സ്പൈസസ് മേഖലയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഒരിക്കലും പ്രാക്ടിക്കലല്ല. ഒന്നാമത് നമ്മുടെ ടെറൈൻ തന്നെയാണ് അതിനകത്തൊരു വിഷയം. ടെറൈനാണ്. ഇപ്പോൾ ഏലകൃഷിയാണെങ്കിൽ പോലും ഏലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് തണലിന് വേണ്ടി വലിയ മരങ്ങൾ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഡ്രോൺ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ കൈക്ക് മേടിക്കുന്ന പമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാറി മോട്ടോർ വെച്ച് പമ്പുകളായി, അത് കഴിഞ്ഞ് പിന്നെ മിസ്റ്റ് ബ്ലോവറുകളായി. ഇത്രയും അപ്ഗ്രേഡേഷനിലേക്കൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. ജാതിയുടെയോ മറ്റു വിളകളുടെയോ പല ഇനങ്ങൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് രോഗങ്ങൾ വരുമ്പോൾ അത് ഒരുമിച്ച് എല്ലാ ചെടികൾക്കും ആ രോഗം വരാതിരിക്കുന്ന ഒരു ആശ്വാസമുണ്ട് എന്ന് സൂചിപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് ഒരു പക്ഷേ ചില ഗുണങ്ങളുമില്ലേ? അതായത് ഒരേ ഇനം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് വേണ്ട പരിചരണത്തിൽ സമാനതകൾ കാണില്ലേ? പരിചരണത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജാതിയുടെ വെറൈറ്റികൾ മാറുന്നതുകൊണ്ട് വെച്ച് നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. പിന്നെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഗ്രേഡിങ്ങിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ചെറിയ വിഷയങ്ങൾ വരും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന വെച്ചാൽ 5 വെറൈറ്റി ചെയ്യുക. 5 വെറൈറ്റി ഏകദേശം ഒരു സെയിം റേഷ്യോയിൽ നിൽക്കുന്ന ഏതെങ്കിലും 5 ഇനങ്ങൾ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. പരിചരണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഓവറായിട്ട് അങ്ങനെ വിഷയങ്ങൾ വരുന്നില്ല. വളമായിട്ട് എന്താണ് ചെയ്യുന്നത് ജാതിയുടെ കാര്യത്തിൽ? ജാതിയുടെ കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടൊരു വളവില്ല. ചെടിക്ക് എന്ത് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ചെടിക്ക് കൊടുക്കുന്നു. പിന്നെ ജൈവവളം ഏതായാലും നമ്മൾ കൊടുത്തിരിക്കും. പിന്നെ വാമ് പോലെയുള്ള, വാമെന്ന് പറയുന്നത് നമ്മളൊരു ബെനഫിഷ്യൽ ഫംഗസാണ് ആ സാധനം. അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചെടിയുടെ വേരുമായിട്ട് ചേർന്ന് വളരുന്ന ഒരു കൺസോർഷ്യത്തിൽ ചേർന്ന് വളർന്നു പോകുന്ന ഒരു
ഫംഗസ് ആണത്. അത് ചെടിക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ചെടിക്ക് ഫോസ്ഫറസ് വലിച്ചു കൊടുക്കുക, ചില മൈക്രോ ന്യൂട്രിയൻസ് വലിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ രോഗങ്ങളെ പ്രതിരോധിച്ച് നിർത്താനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ മണ്ണിൽ കിടക്കുന്ന ചില കെടുവളങ്ങളുണ്ട്, നമ്മൾ വർഷങ്ങളായി കൊടുത്തിട്ട് ചെടിക്ക് എടുക്കാൻ പറ്റാത്ത വളങ്ങളുണ്ട്, അതിനെയൊക്കെ വലിച്ചു കൊടുക്കും. പിന്നീട് മണ്ണിനെ ഒന്ന് റീഫ്രഷ് ആയിട്ട് ഒരു ഫെർട്ടിലൈസർ റെസിഡ്യൂ ഒന്നും ഇല്ലാത്തൊരു മണ്ണായിട്ട് മാറിക്കോളും. പിന്നെ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും. ഒരു ഫിക്സഡ് ആയിട്ടൊരു വളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇലയുടെ അടിയിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന കീടനാശിനി അളവ് കുറച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? എങ്ങനെയാണ്? അളവ് കുറച്ച് മതി നമുക്ക്. നമ്മൾ സ്പ്രേയിങ്ങിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റിനനുസരിച്ചിരിക്കും നമ്മുടെ അളവ്. നല്ല കൂടിയ പമ്പുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ കുറച്ച് അളവായിരിക്കും അത് എടുക്കുന്നത്. അതേപോലെ ഈ മിസ്റ്റ് ബ്ലോവർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും മിസ്റ്റ് ഫോമിലായിരിക്കും നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫംഗിസൈഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അത് തീർത്തും ഇലയിലോട്ട് പറ്റിപ്പിടിച്ചിരിക്കുകയുള്ളൂ, ഒഴുകി താഴോട്ട് പോരില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ മരുന്നിൻ്റെ അളവ് കുറവ് മതിയാവും. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മികച്ച യുവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് ജെ മ്ലാക്കുഴിയുടെ കാർഷിക അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.